Welcome to our 26th lecture on quantum mechanics. Today's topic is infinite square well potential or particle in a box. The topic is infinite square well potential or particle in a box. 26th lecture on quantum mechanics for BSc, MSc and CSIR, ARF NET students. Infinite square well potential or particle in a box. You listen carefully what I am saying. We start with a question relating this topic. The heading is square well potential with infinite rigid walls, or we can say particle in a box. That is the title. Square well potential with infinite rigid walls or particle in a box. And this is one form of the question. Obtain eigenfunctions and energy eigenvalues of a particle confined in an infinite square well potential with rigid walls. അതായത് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ചതുരത്തിലുള്ള വെല്ല് പോലെ ഉള്ള ഒരു പൊട്ടൻഷ്യലാണ്. അതിനകത്തൊരു പാർട്ടിക്കിൾ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ എനർജി എന്തൊക്കെയാണ്, അതിൻ്റെ ഐഗൻ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, അത് കണ്ടുപിടിക്കുക. ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പാർട്ടിക്കിളിനെ ബോക്സ്. ഒരു പെട്ടിക്കകത്ത് ഒരു പാർട്ടിക്കിൾ, ഇലക്ട്രോൺ പോലുള്ള പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഒരു ബോക്സിനകത്ത് ആ പാർട്ടിക്കിളോട് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ ഭിത്തിയിൽ നിന്ന് കടന്നു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിന് ഇൻഫിനിറ്റ് വാളെന്ന് പറയുന്നത്, ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഒരു പെട്ടിക്കകത്ത്, നമ്മൾ അടച്ച പെട്ടിക്കകത്തൊരു ബോൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള കൺസെപ്റ്റാണ്. ഈ പാർട്ടിക്കിൾ കിടക്കുന്നതിൻ്റെ സൈഡിൽ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ്, അതിന് ജമ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അത്തരം കേസിൽ എന്താണ് ആ പാർട്ടിക്കിൾ വരുന്ന എനർജി, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒബ്റ്റൈൻ ഐഗൻ ഫങ്ഷൻസ് ആൻഡ് എനർജി ഐഗൻ വാല്യൂസ് ഓഫ് എ പാർട്ടിക്കിൾ കൺഫൈൻഡ് ഇൻ ആൻ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ വിത്ത് റിജിഡ് വാൾസ്. വാള് തുളച്ച് അല്ലെങ്കിൽ കടന്ന് ഇതിനെ പുറത്തേക്ക് വരാൻ പറ്റത്തില്ല. അത്തരം കേസിൽ അതിൻ്റെ എനർജി എന്താണ്, ഐഗൻ ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നാണ് പറയേണ്ടത്. And there is a figure, this is an infinite square well potential. We represent O is the origin and we take two distances plus a and minus a on either side, and that is the infinite potential wall. The potential we have marked as Vx, and for the two lines at minus a and plus a we have marked infinity, that is the potential measurement. Inside the walls V is equal to 0 and outside potential is infinity. Particle is shown by a dot and this particle cannot escape from this well. That is the meaning of infinite square well. ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു റീജിയൻ വിചാരിക്കുകയാണ്. ആ ഓ ഒറിജിനായിട്ട് എടുത്താൽ പൊട്ടൻഷ്യലാണ് ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൈ ആക്സിൽ, എക്സ് ആക്സിൽ ദൂരം. അപ്പോൾ ഒരു പ്രത്യേക ഡയമെൻഷനകത്ത് കിടക്കുകയാണ്. ലെഫ്റ്റിലേക്ക് മൈനസ് എ, റൈറ്റിലേക്ക് പ്ലസ് എ. അപ്പോൾ ടോട്ടൽ ദൂരം 2a വരും. നമ്മൾ 0 to L പറയുന്ന പോലെ ടോട്ടൽ ദൂരം 2a വരും. അപ്പോൾ രണ്ട് വശങ്ങളിലുള്ള പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റിയാണ്. ഈ പാർട്ടിക്കിൾ ഒരു കറുത്ത സ്പോട്ട് കാണിച്ചിട്ടുണ്ട്, അത് ചലിക്കുകയാണ്. ആ പാർട്ടിക്കിളിന് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പ്രത്യേക എനർജി ഉണ്ട്. അവയുടെ സ്റ്റേറ്റ് കാണിക്കുന്ന വേവ് ഫംഗ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ് ഐഗൻ വാല്യൂസ്, എനർജി വാല്യൂസ്, ഇതൊക്കെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻസ്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഐ തിങ്ക് ഐഡിയ ഇസ് ക്ലിയർ. ഇറ്റ് ഈസ് എ bit lengthy topic. So you carefully listen. Consider a particle of mass m moving in a one-dimensional potential well as shown in the figure. For convenience, we are taking as one-dimensional. Three-dimensional is not in the syllabus. Inside the well, the potential V is equal to 0, and outside the potential is infinity. That is, V is equal to 0 when minus a less than x less than a, and V is equal to infinity when x greater than a. That is the mode of representation of the potential. അതായത് നമ്മൾ എഴുതിയിരിക്കുന്നത് അകത്ത്, വെല്ലിനകത്താണെങ്കിൽ പൊട്ടൻഷ്യൽ 0. അപ്പം അതിൻ്റെ ആ ഡൊമൈനാണ് മൈനസ് എ ലെസ് താൻ എക്സ് ലെസ് താൻ എ എന്ന് പറയുന്നത്. അതായത് എക്സ് ഇസ് ഇൻ ബിറ്റ്വീൻ മൈനസ് എ പ്ലസ് എ. പുറത്ത് V is infinity when x is greater than a. And that is evident in the figure. Inside the potential V is 0 and outside the potential is infinity. The domain is minus a to plus a, the range of distance. And we are starting the derivation. We know we start with this is Schrodinger method. This is Schrodinger method of solution. So we
we start with the Schrodinger equation. We know the time independent form of Schrodinger equation is h psi is E psi, and h in one dimension, minus h cut square by 2 dou square by dou square plus v psi equal to E psi. That is h Hamiltonian in one dimension operator. And first we write inside the box. Inside the well, v is equal to 0. So put a 0 there. Minus h cut square by 2 d square by, we can write it d. There is only one case we discussed. So d is sufficient, not dou. Dou is not needed here. We consider only one dimension. Minus h cut square by 2 d square by d square psi is E psi, equation 1. That is minus h cut square by 2 psi is taken with the operator. D square psi by d square is minus E psi. E psi is taken to left is equal to 0. We cancel the minus sign. H cut square by 2 d square psi by d square plus E psi is 0. Multiply by 2 by h cut square. So the first step becomes d square psi by d square plus 2 by h cut square. E psi is 0. And now you see what we are doing. That 2 may be h cut square in the above equation we put as k square. You remember, we put as k square, not k. That is essentially not. Why we put k square? That is for obtaining a solution. Otherwise, it is not easy to obtain a solution. So we put 2m by h cut square k square. That is k is root of 2m by h cut square. This k you remember, we use later. So the above equation becomes, look here, when we put k square here, we get d square psi by d square plus k square psi is equation number 2. This is a differential equation. But this is a second degree differential equation for a simple harmonic motion, and its solution can be written in the form psi is a sin x plus b cos x, equation number 3. The solution to simple harmonic motion is, it is y is equal to a sin x or y is equal to a cos x or a combination. A combination is the better solution. A combination of two orthogonal functions, that is a better solution. Sine function and cos function, the combination is a better solution for that differential equation number 2. And we consider certain cases when z is plus or minus a, if the particle just outside the well, when x plus or minus a, x ന്റെ ആ ദൂരം പ്ലസ് എ അല്ലെങ്കിൽ മൈനസ് എ ആയാൽ പാർട്ടിക്കിൾ ആ ഭിത്തിയിലെത്തും. നമ്മൾ സൗകര്യത്തിന് ആ പാർട്ടിക്കിൾ ഭിത്തിയുടെ ജസ്റ്റ് പുറത്താണെന്ന് വിചാരിക്കണം. ഇപ്പം എക്സ് പ്ലസ് എ അല്ലെങ്കിൽ മൈനസ് എ ആണെങ്കിൽ നമുക്ക് അകത്തും വിചാരിക്കാം, പക്ഷെ അങ്ങനെയല്ല, ജസ്റ്റ് പുറത്താണെന്ന് വിചാരിക്കണം. എക്സ് ഈ ഭിത്തിക്ക് വളരെ കനക്കുറവാണെന്ന് വിചാരിക്കുക. ഇപ്പം പ്ലസ് എ ആണെങ്കിൽ പാർട്ടിക്കിൾ ജസ്റ്റ് പുറത്ത് വിചാരിക്കണം. അങ്ങനെ പുറത്ത് പാർട്ടിക്കിളില്ല, പുറത്ത് വേവ് ഇല്ല, then psi is equal to 0. So we imagine when x is plus a over minus a, the particle is just outside the walls of the well. In that case, psi is equal to 0. So the equation 3, you see the equation number 3. What will happen when x is 0? When x is 0, we put here 0. x0 is equal to, when the particle is outside, there is no wave function. So psi we put to 0. Particle is inside, no particle outside. So when there is no particle outside, there is no wave function. So 0 is equal to a sin ka. We put x as a and b sin ka, equation number 4. B cos k, equation number 4. And we again repeat that step. If x is minus a, we can put to plus a or minus a. If a is minus a, then 0 is a sin minus ka plus b cos minus ka. And sin minus theta is minus sin theta. Cos minus theta is plus cos theta. That condition we apply. That is
0 is equal to minus a sin k plus b cos k. Equation number 5. Add 4 and 5. When we add the sign, terms cancel, plus and minus. So 0 is equal to 2b cos k. Equation number 4. B, that is b cos k is equal to 0. B cos k is 0. 0 by 2 is 0. B cos k is 0. Put this in equation 4. B cos k 0 equation number 4 you get what is 4? 0 is equal to a sin k plus b cos k. B cos k we put to 0. So we get a sin k is equal to 0. Equation number 6. And again, we consider a case. If a is equal to 0 and b is 0 from 3, what is 3? You look. 3 is psi is a sin kx plus b cos x. When a is equal to 0 and b is equal to 0 from 3, we get psi is equal to 0. This is not an acceptable. This is not acceptable. അപ്പോൾ A0 B0 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ തന്നെ ഇല്ലാതാകും. അത് നമുക്ക് ചെയ്യാനുമില്ല. ഫംഗ്ഷൻ വേണമല്ലോ, വേവ് ഫംഗ്ഷൻ വേണം. അതുകൊണ്ട് നമുക്ക് ഈ 2 0 എന്നുള്ള രീതി എടുക്കാൻ പറ്റത്തില്ല. A0 B0. അതുകൊണ്ട് ഇക്വേഷൻ 3 എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് A0 B0 ഈസ് നോട്ട് എ ചോയ്സ്. Therefore the two possibilities are, 2 പോസിബിലിറ്റീസ് നമ്മൾ ചിന്തിക്കും. ഒന്നാമത്തെ പോസിബിലിറ്റി A0 B നോട്ട് ഈക്വൽ 0. അതായത് ബി ടേം ഉണ്ടാകും, ബി കോസ് കെ എക്സ് ഉണ്ടാകും. സെക്കൻഡ് പോസിബിലിറ്റി ഈസ് എ നോട്ട് ഈക്വൽ 0 ബി 0. അന്നേരം എ ടേം ഉണ്ടാകും, ആ സൈൻ ടേം ഉണ്ടാകും എന്നർത്ഥം. കൺസിഡർ ദി ഫസ്റ്റ് കേസ്. A0 B നോട്ട് ഈക്വൽ 0 എന്നുള്ള കേസ് ആലോചിക്കുക. സോ ഫ്രം ഇക്വേഷൻ 6 we get ഇക്വേഷൻ 6 നോക്കിയേ. 0 is 2b cos k. From equation 6 we get cos k is equal to 0. Since a is equal to 0, only b term. B is taken below 0, so cos k is 0. That is cos k is equal to cos n pi by 2. You know, cos pi by 2 is 0. Cos 3 pi by 2 is 0. 2 pi by 2 is not 0. We know cos pi by 2 is 0, cos 3 pi by 2 is 0, cos 5 pi by 2 is 0. In that manner, n can take only value 1, 3, 5, etc. N could not take 2, 4, etc. If 2, 4, etc. is taken, the meaning is cos n pi by 2 becomes 1. We have to make it 0. So cos k is cos n pi by 2. Cos n pi by 2 is 0 when n is 1, 3, 5, etc. The values 2, 4, 6 are not applicable. So, remove cos, we write k is n pi by 2, squaring k square, a square is n square pi by 4. That is one value of k square equation. That is k square is equal to, but k square we initially, I mentioned, you have to remember this k square, put k square is 2b by square. That term we rewrite. So k square we have assumed in the beginning 2b by h cut square. Here we got k square, a square is n square pi square by 4. So we put k square in the above equation. 2b by h cut square, a square is n square pi square by 4. When you put k square in the above equation, last equation in the above slide. From this we get an equation for energy. E is n square by square, s cut square by 8m square. Where you remember? Where n is 1, 3, 5, etc. 1, 3, 5, etc. 5, etc. is not seen there. You can write where n is 1, 3, 5, etc. Remember, there is no 2, 4, 6, etc.
In equation 8, this equation 8 gives eigenvalues of the particle in the square well potential corresponding to square well potential. അപ്പോൾ ഇതാണ് ആ ബോക്സിനകത്തുള്ള പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ അല്ലെങ്കിൽ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഉള്ള പാർട്ടിക്കിൾ എനർജി. ദിസ് ഗീവ്സ് ദ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. Eigenvalue. This is called eigenvalue. And it has one more case also. This corresponds to eigenfunction. We have started with A0, B not equal to 0. So there is a B term. Psi is equal to B cos kx. That is psi is equal to B cos the value of k n pi by 2a into x. Since we have assumed k is n pi by 2. This is an eigenfunction. The eigenfunction psi is equal to cos n pi by 2a into x, where n is equal to 1, 3, 5, etc. The eigenvalue is n square, pi square, h cut square by 8 pi square, where n is 1, 3, 5, etc. So one set of value we have for eigenfunction and eigenvalue. Now we consider the second case. The second case is a not equal to 0, b 0. This means only a function will exist, b function will become 0. Then from 2 we can write, you refer back to, we get from equation 4, not 2. From equation 4 we get 0 is equal to a sin ka. Sin k is equal to 0. A is taken below 0 in the LHS. And what we obtain, you look here. Sin ka is equal to sin n pi by 2. The meaning is, here we have sin k is 0. In order to get a sin value 0, the possible values are n pi by 2, as in cos case, but n is 2, 4, no 0. The value of 0 is not considered. The reason we discuss later. N is 2, 4, 6, etc. 0 cannot be taken here. The reason we can see. That is sin k is equal to sin n pi by 2. If we put n is equal to 2, we get sin pi, which is 0. If we put n is 4, we get sin 4 into pi, n4, 4 into pi by 2, that is sin 2 pi, which is also 0. We can equate k and n pi by 2. K is n pi by 2, k is n pi by 2a. Squaring k square is n square pi square by 4a square, and you know k square in the beginning. 2me by k square is n square pi square by 4a square. E is equal to a, therefore n square pi square h cut square by 8 pi square, where n is 2, 4, 6, etc. Equation number 10. And this is same as eigenvalue we have seen in cosine case, number 8 equation. E is n square pi square h cut square by 8 pi square. Equation 8 is an eigenvalue equation where n is 1, 3, 5, etc. Equation 10 is an eigenvalue equation where n is 2, 4, 6, etc. In both cases, we have taken 0. Remember. So corresponding eigenfunction, we write psi is a sin kx because b term is 0. That is psi is equal to a sin n pi by 2a into x, n by x by 2a, where n is 2, 4, 6, etc. So in the second case, equation number 11 is eigenfunction and equation number 10 is the energy eigenvalue. So you look here, why we have not taken the value 0, that is explained here. If the coordinate number n is equal to 0 is not included
because it corresponds to a trivial solution of equation number 4. അതായത് നമ്മൾ എന്തുകൊണ്ട് ഇനി സീറോ എടുക്കുന്നില്ല, അങ്ങനെ സീറോ എടുത്താൽ നമുക്കൊരു ട്രിവിയൽ സൊല്യൂഷൻ കിട്ടും. ട്രിവിയൽ മീൻസ് ആണ് അൺഅക്സെപ്റ്റബിൾ സൊല്യൂഷൻ. നമുക്കിവിടെ സ്വീകാര്യമല്ലാത്ത ഒരു സൊല്യൂഷൻ കിട്ടുന്നത് കൊണ്ടാണ് n0 എടുക്കാത്തത്. അപ്പോൾ ഒരു സെറ്റ് ഇക്വേഷനകത്ത് n135 എന്നുള്ളതാണ് വരുന്നത്. മറ്റൊരു സെറ്റിനകത്ത് n246 വരുന്നത്. n0 സ്വീകരിക്കത്തില്ല, ബിക്കോസ് ഇറ്റ് ഗീവ്സ് ആൻ അൺഅക്സെപ്റ്റബിൾ സൊല്യൂഷൻ. So the complete solution we can write. Therefore, the complete set of wave function of the particle can be written as psi is equal to b cos n by x by 2a with n is 135 etc. and psi is a sin n by x by 2a with n is 246 etc. And the normalization constant. This function we have normalized what has the homework, you remember. Normalization constant. In these two functions, we can normalize the cos function or sin function. In both the cases, the normalization constant is 1 by root a. You remember, I told you to do as a homework. In this function, the normalization constant is 1 by root a. So we write the normalization constant psi. The equation, the wave function becomes psi or psi nx. Nth order function, n is coming. The first one is 1 by root a cos n by x by 2, where n is 135 etc. And the second function is sin nx or psi, simply psi, 1 by root a sin n by x by 2, where n is 246 etc. In either case, the eigenvalues same. So in the eigenvalue in both the cases can be written as E is equal to n square pi square h cut square by 8ma square. When we combine both cases, we can write n is 1, 2, 3, 4, 5, 6 etc. For one case, we have 135. For other case, we have 246. So combining both, we get n is 1, 2, 3, 4, 5, etc. And these are coordinate numbers. So eigenvalue we can write as a single equation. But a wave function we separately write as sine function and cos function. The energy is quantized. Thus, confinement of a particle in a box leads to the quantization of energy of the particle. The meaning is, if you put n, it has a value. If you put n is equal to 1, we have a value. If you put n is 2, we have another value. If you put n is equal to 3, we have another value. നമ്മുടെ ഇക്വേഷനകത്ത് ഈ എനർജിയുടെ ഇക്വേഷനകത്ത് n1 ഇട്ട് കഴിഞ്ഞാൽ 1 സ്ക്വയർ 1 എന്ന് കിട്ടും. n2 ഇട്ട് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. n3 ഇട്ട് കഴിഞ്ഞാൽ 9 എന്ന് കിട്ടും. അപ്പോൾ 1, 4, 9, 16 എന്നുള്ള വാല്യൂ മാത്രമേ ഉണ്ടാകുള്ളൂ. ഇടക്കുള്ള വാല്യൂ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇടക്കുള്ള വാല്യൂ ഉണ്ടാകാത്തത് കൊണ്ടാണ് നമ്മൾ ക്വാണ്ടൈസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് വാല്യൂസ് ഇല്ല, ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്. പ്രത്യേക വാല്യൂസ് 1, 4, 9, 16 പോലെയുള്ള വിലകൾ മാത്രമേ ഉള്ളൂ. ഇടക്കുള്ള 10, 11 പോലെയുള്ള സംഖ്യകളൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. ദാറ്റ്സ് കൺഫൈൻമെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഡ്യൂ ടു ദി ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി പാർട്ടിക്കിൾ. ഇപ്പോൾ ഒരു ബോക്സിനകത്തുള്ള പാർട്ടിക്കിളിന് എല്ലാ പോസിബിൾ എനർജി ഇല്ല. ചില സെപ്പറേറ്റ് എനർജി, ക്വാണ്ടൈസ്ഡ് എനർജി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയും എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ക്വാണ്ടൈസ്ഡ്. ദി എനർജി ഓഫ് പാർട്ടിക്കിൾ ക്യാൻ ടേക്ക് ഓൺലി n square, that is 1 square, 2 square, 3 square, etc. times values, not all possible values. That is why we say the particle, the energy of the particle in a box is quantized. And we represent the respective wave function. We look here, the wave function representation, eigenfunction representation. Eigenfunctions of the particle for the first three energy states are represented in the figure. It is evident that the wave functions corresponding to odd quantum numbers are symmetric, whereas those for even quantum numbers
ഈസ് ആൻറ്റിസിമെട്രിക്. നമ്മൾ ഈ വേവ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ആ ഗ്രാഫ് എന്ന് മനസ്സിലാക്കുക. പൊട്ടൻഷ്യലാണ് നമ്മൾ വി എക്സ് കാണിച്ചിരിക്കുന്നത് ഒറിജിനലിൽ. പിന്നെ വാളിൻ്റെ ഡയമെൻഷനാണ് -a+a അകലെ. n1 ആകുമ്പോൾ അത് കോസ് ഫംഗ്ഷനാണ്. കോസ് ഫംഗ്ഷൻ നമുക്കറിയാം, കോസ് 0-യിലാണ് n/x. x 0 വരുമ്പോഴാണ് കോസ് ഫംഗ്ഷൻ മാക്സിമം വാല്യൂ വരുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് കർവ് കിട്ടുന്നത്, ആദ്യത്തെ കർവ് കിട്ടുന്നത് sin1. പിന്നെ സെക്കൻഡ് ഫംഗ്ഷൻ n=2 ആകുമ്പോഴാണ്. n2 ആകുമ്പോൾ നമുക്കറിയാം സൈൻ ഫംഗ്ഷനാണ്. അത് 0-യിൽ x 0-യിൽ sin 0 ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. അതുപോലെ തേർഡ് ഫംഗ്ഷൻ അങ്ങനെ എത്ര വേണമെങ്കിലും വരക്കാം നമുക്ക്. അപ്പോൾ ഈ ഇവിടെ ഒരു പറയുന്ന കാര്യമുണ്ട്, ഈ ഓഡ് വാല്യൂ ഉള്ള ഫംഗ്ഷൻസ് n1 n3 n5 ഒക്കെ ആണെങ്കിൽ ആ നടുക്കുള്ള വരയുടെ അപ്പുറം ഒരുപോലെയാണ്, സിമെട്രിക്കാണ്. ആ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വേവിൻ്റെ ഫോം ഒരുപോലെ 1 3 5 etc. നേരെ പറഞ്ഞ് 2 4 6 ആണെങ്കിൽ വേവ് ഫംഗ്ഷൻ വരുന്നത് ആൻറ്റിസിമെട്രിക്കാണ്. താഴത്തോട്ടൊരു പീക്ക്, മുകളിലോട്ടൊരു പീക്ക്. ആ സൈഡിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ n1 ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ സിമെട്രിക് വേവ് ഫംഗ്ഷനാണ്. n വാല്യൂ ഈവൻ നമ്പർ ആണെങ്കിൽ ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷനാണ്. ആൻറ്റി സിമെട്രിക് മീനിങ് മനസ്സിലാക്കുക. യു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ആൻറ്റി സിമെട്രിക്. ഇത് വേവ്, ദ ക്രസ്റ്റ് ഈസ് ഡൗൺവേർഡ് at one side and upward at the other side. Whereas in the case of n is 1, the wave function, the appearance is same, symmetric on either side. So that is the meaning. Eigenfunctions of the particle for the first 3 energy states are represented in the figure. It is evident that the wave functions corresponding to odd coordinate numbers are symmetric, whereas wave functions with the even numbers is antisymmetric. The energy of the ground state is given when n is 1. We know energy, that is n square by square by 8m square. If you put n is 1, we get the lowest energy, which is called ground state energy. That is even is 1 square into pi square. So pi square h square by 8m square. That is called ground state energy. And the corresponding ground state wave function is psi1 is, it's a cos function, 1/2 cos n by x. N is 1 pi x by 2a. So this is the ground state energy, and psi1 is a ground state function, eigenvalue and eigenfunction. Equation 12 shows that any particle confined in a box, it's an important sentence. Any particle confined in a box have a certain minimum energy called 0 point energy. അപ്പോൾ ഇക്വേഷൻ നമ്പർ 12 കാണുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് 0 പോയിന്റ് എനർജി. അത് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൽ ഒരു പാർട്ടിക്കിൾ കിടക്കുകയാണെങ്കിൽ അതിന് മിനിമം എനർജി കാണും. ആ മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് 0 point energy. When the particle is in an infinite potential well, it has a minimum energy, lowest energy, E1 pi square h square by 8m square, and this is called 0 point energy. You understand the word 0 point energy? This is the manifestation of uncertainty principle. അങ്ങനെ 0 point energy വരും എന്നുള്ളത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു സാക്ഷാത്കാരം, ഒരു മാനിഫെസ്റ്റേഷനാണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആവശ്യപ്പെടുന്നതാണ് ഇങ്ങനെ എനർജി വേണമെന്നുള്ളത്. So the ground state energy E1 when n is 1, E1 is equal to pi square h square by 8m square is called the 0 point energy, which is a manifestation of the uncertainty principle. Remember this sentence. And these are the forms of previously asked questions. മുൻ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യത്തിൻ്റെ മാതൃകയാണ്. ഉത്തരം മോളിൽ കാണുന്നത് ചിലപ്പോൾ ലെങ്തിയാണ്, ചിലപ്പോൾ ക്ഷമയുണ്ടെങ്കിൽ പഠിക്കാം. എ പാർട്ടിക്കിൾ കൺഫൈൻഡ് ഇൻ എ ബോക്സ് ഹാവ് എ certain minimum energy called 0 point energy. Comment. It is asked as an essay, you remember. So the last sentence alone is not sufficient. You have to write the entire topic. Depending upon mark, you write the general function, and finally we put n is 1, then we get the 0 point energy. It is an essay question for 15 marks. So you have to write the entire topic. If mark is 2 or 3, then we can write the last paragraph only.
And another form of essay question: obtained energy eigenvalues and eigenfunctions of a particle trapped in the potential Vx0 for minus a less than x less than a and Vx is equal to infinity otherwise. That is the description of our figure. The same answer. Represent graphically the first three eigenfunctions of a particle in the infinite square potential. Draw graph. ഈ ലാസ്റ്റ് വൺ അതിൽ കൂടെ ചോദിച്ച ചോദ്യമാണ്, ഈ എസ്സേയിൽ കൂടെ ചോദിച്ച ചോദ്യമാണ്. ഗ്രാഫ് വരയ്ക്കണം. നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട്, 3 വേവ് ഫംഗ്ഷൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. 3 വരെ ചോദിക്കുള്ളൂ. അത് ഷോർട്ട് ആൻസറിൽ ചോദിക്കാം. ദ ലാസ്റ്റ് പാർട്ട് ക്യാൻ ബി ഓൾസോ ആസ്ക് ദ ഷോർട്ട് ആൻസർ. റെപ്രസെന്റ് ഗ്രാഫിക്കലി the first three eigenfunctions of a particle in an infinite square well potential. The answer is graph. And these are all with our 26th lecture on quantum mechanics, infinite potential well. In the next class, we see another topic. Thank you very much.